മോർണിംഗ്. നമുക്ക് ഇന്നൊരു സ്ക്വിഡ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? സാധാരണ നമ്മൾ കുടംപുളി ചേർത്തിട്ടാണ് സ്ക്വിഡ് റോസ്റ്റ് തയ്യാറാക്കാറുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. സ്ക്വിഡ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പുളിയൊക്കെ ഉള്ള ആ സ്ക്വിഡ് റോസ്റ്റിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തക്കാളി ചേർത്തിട്ടാണ് സ്ക്വിഡ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്ക്വിഡ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ വേവിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു റബ്ബർ എഫക്റ്റ് ഉണ്ടാവില്ല. ചട്ടിയിൽ വേവിക്കുകയാണെങ്കിൽ റബ്ബർ പോലെയാവും, കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും സ്ക്വിഡ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്വിഡ് റോസ്റ്റ് തയ്യാറാക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കിലോ സ്ക്വിഡ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ 1/2 കിലോ സ്ക്വിഡാണ് അതിൻ്റെ അളവ്. അതിലേക്കായിട്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 സവോള, മീഡിയം വലിപ്പത്തിലുള്ള 1.5 സവോള എടുത്തിട്ടുണ്ട്. ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സ്ക്വിഡ് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. സ്ക്വിഡ് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. സ്ക്വിഡ് ഓവർ കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ 1-2 കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ എരിവുള്ള മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ. പിന്നെ സ്ക്വിഡിന് ആവശ്യമായ ഉപ്പ്. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കരുത്. ഇത്രയും കാര്യങ്ങൾ മാത്രം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുക കേട്ടോ. സ്ക്വിഡ് വേവിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് ഞാൻ വേവിക്കാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്വിഡ് വേവിക്കാൻ വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അതുപോലെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി ഉള്ളി നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്. സവോള നീളത്തിൽ സ്ലൈസ് ചെയ്താണ് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സവോള സ്ലൈസ് ചെയ്തെടുത്തു, ഇഞ്ചിയും ഉള്ളിയും ഒന്ന് ചതച്ചെടുത്തു, തക്കാളി നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് വഴറ്റാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 8-10 ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഉലുവയുടെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു സ്ക്വിഡ് റോസ്റ്റ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. കുടംപുളിയൊക്കെ ചേർത്ത് ഒരു രീതിയിലും, അല്ലാതെ ഇപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യുന്ന പോലെയും ചെയ്യാം. കുടംപുളി ചേർത്ത് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, തക്കാളി ചേർത്ത് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ അളവിൽ ഉപ്പ് ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരട്ടെ. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ചേർക്കുക. ഇനി ഇഞ്ചി ഉള്ളി ഒന്ന് കുക്കായി വരണം. വല്ലാതെ അങ്ങോട്ട് ബ്രൗൺ ആയി പോകണ്ട കേട്ടോ. ഇഞ്ചി ഉള്ളിയും ഒന്ന് കുക്കായി വന്നാൽ മതി. നമുക്ക് ആ ഒരു മസാലയുടെ കൂടെ ഇഞ്ചി ഉള്ളിയും കൂടി ഒന്ന് കുക്കായി കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇഞ്ചി ഉള്ളിയും കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്ക്വിഡ് വേവിച്ചപ്പോൾ പൊടികൾ ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് മസാലകൾ ചേർക്കരുത്. ആദ്യം നമുക്കൊരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ കളറിനും എരിവിനുമായിട്ട് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ ആദ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. പൊടികൾ കുക്കാവാനുള്ള വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് കുക്കായി വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക.
തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ എടുത്തു കഴിയുമ്പോൾ തക്കാളി ഒന്ന് കുക്കായി തുടങ്ങും. പിന്നെ നമ്മൾ സ്ക്വിഡ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. സ്ക്വിഡ് വേവിച്ച വെള്ളം സ്ക്വിഡിനോടൊപ്പം ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ സ്ക്വിഡിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി വേവിക്കാനായിട്ട് ആ സ്ക്വിഡ് വേവിച്ച വെള്ളം എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണോ മസാലയ്ക്ക് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ മസാലയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ക്വിഡ് വേവിച്ച വെള്ളം ചേർക്കുമ്പോൾ ആ ഉപ്പും കൂടി പിടിച്ചോളും. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ആദ്യമേ ചേർക്കരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്ക്വിഡ് വേവിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് ആ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയും നന്നായിട്ട് കുക്കായി കിട്ടും, മസാല നല്ലൊരു കൊഴുപ്പുള്ള ഗ്രേവി ആയി കിട്ടും. ഇനി വെള്ളം ഒന്ന് വറ്റി വരട്ടെ, തക്കാളിയൊക്കെ കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളം വറ്റി കണ്ടോ. ഇനി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്ക്വിഡ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സ്ക്വിഡ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ ചെറിയൊരു ഗ്രേവി ഉള്ള രീതിയിൽ ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ അളവിൽ വെള്ളമുള്ളപ്പോൾ ചേർത്തത്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് ഈ മസാലയിൽ കിടന്ന് മിക്സ് ആയിട്ട് നമ്മുടെ സ്ക്വിഡിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. ഒരുപാട് സമയത്ത് കുക്ക് ചെയ്യണ്ട. അതിനുശേഷം നമുക്ക് ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്വിഡ് റോസ്റ്റ് ഇതാ റെഡിയായി, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ സെർവ് ചെയ്യാം. ചൂടുള്ള ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോയില്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.